എത്രയോ മാന്യന്മാരുണ്ട്, അവരൊന്നും ഇവരെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അവര് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനിരിക്കുമല്ലോ രേണുസുതി. അവർ അഭിനയിക്കുക, ആൽബത്തിൽ പോവുക, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യുക, ഇതൊക്കെയല്ലേ അവർ ചെയ്യുന്നത്. അതുപോലെ അവനവന്റെ പണിയെടുത്ത് ജീവിക്കുക. മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഒരാളെ. അത് ശരിയാണ്. ശാരിക അമ്മച്ചി ആരെക്കുറിച്ചാണ് പറയണതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. രേണു അഭിനയിച്ച് അതുപോലെ റീൽസുകളായിരുന്നാലും ഇങ്ങനെയൊക്കെ ചെയ്താണ് രേണു പണം ഉണ്ടാക്കുന്നത്. വേറൊരു അർത്ഥത്തിലല്ല പണം ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മുടെ അപ്പച്ചട്ടി ശാരിക പറയണത്. വലിച്ചു കീറുന്നതിനൊരു പരിധിയില്ലേ? ഈ പറയുന്ന പറച്ചിലൊക്കെ കേട്ട ജനങ്ങൾക്ക് തോന്നുന്നത് രേണുവിന് കിട്ടുന്ന പണത്തിൻ്റെ ഒരു ഭാഗം ശാരികയ്ക്കാണ് കിട്ടുന്നതെന്നേ തോന്നും. ഈ ശാരികയുടെ പറച്ചിൽ കേട്ടാൽ രേണു എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്ന് ശാരിക തെളിയിച്ചു കഴിഞ്ഞു. അഭിനയിച്ചാണ് രേണു പണം ഉണ്ടാക്കുന്നത്. മാന്യമായ രീതിക്കുള്ള ജോലി ചെയ്താണ് രേണു പണം ഉണ്ടാക്കുന്നത്. ഇപ്പം കയ്യിൽ പിടിച്ചുകൊണ്ട് ശാരിക നടക്കുന്നുണ്ട്, രേണുവിൻ്റെ കൈ വിടാതെ. ജനങ്ങൾ നെഗറ്റീവിലൂടെയെങ്കിലും അറിയപ്പെട്ടു എന്നുള്ള ഒരു ഇതുകൊണ്ടും രേണുവിന് കുറച്ച് മൂടുതാങ്ങികൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടും ഒക്കെയാണ് ശാരിക രേണുവിൻ്റെ കൈ വിടാതെ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. രേണുവിനെ ഒരുപാട് ശാരിക പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് രേണുവിനെ മോശമായ രീതിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ എടുത്തതിൽ പച്ചയ്ക്ക് ശാരിക വിളിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ രേണുവിൻ്റെ കുൽസിതങ്ങൾ മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ. രേണുവിൻ്റെ ഒരു കുൽസിതം കാണാം. പക്ഷേ പോത്ത് ഇങ്ങനെ ആക്കിയിട്ട് പോലും അതുപോലെ പോത്തിനെ കൊണ്ട് പറ്റുന്നില്ല. ഈ നാറിച്ച് കാണിക്കണത്. എടി പോയി ചാവടി നീ ഇരുന്നു കൊണ്ട് ഇതേ കണക്ക് നീ പണം ഉണ്ടാക്കുന്നല്ലോ, നീ സബ്സ്ക്രിപ്ഷനിലെന്നും പറഞ്ഞുകൊണ്ട് കയറിയിരുന്ന് നീ ഇതേ കണക്ക് നീ പണം ഉണ്ടാക്കുന്നില്ല. എടി നിനക്ക് തികയൂല. അവള് എങ്ങനെയൊക്കെ അവള് കാണിക്കാൻ പറ്റുമോ ആ രീതി മൊത്തം അവള് കാണിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ഇതിൻ്റെ മൂട് താങ്ങിയായിട്ടുള്ള കുറേ എണ്ണം ഇറങ്ങും. വിധവ. അവൾ ആരെയും ഒരു ശല്യം ചെയ്തല്ലല്ലോ ജീവിക്കണത്. പാവം, അവൾ പണിയെടുത്താണ് ജീവിക്കുന്നത്. പാവം വിധവ. പോരെങ്കിൽ ഒരു സുധീര പേരും പറഞ്ഞ് അവൾ വിറ്റ് തിന്ന് സുധിയെ വിറ്റ് തിന്ന്. ആ ഒരു സുധീര മോനാണെങ്കിൽ നാണക്കേട് കാരണം അവൻ നാട് വിട്ട്. ഈ നാറിയുടെ വേലകൾ കണ്ട് നാണക്കേട് കാരണം നാട് വിട്ട്. ആ വീട്ടിലിരിക്കണ കുറേ എണ്ണം ശരീരം അനങ്ങാതെ ഇരുന്ന് തിന്ന് ഇരിക്കണ കുറേ ഉണ്ട്. വിയർപ്പിൻ്റെ അസുഖമുള്ള കുറേ എണ്ണം. ആളുകൾ കിച്ചുവിന് വെച്ചു കൊടുത്ത വീട്ടിൽ കയറി വിയർപ്പിൻ്റെ അസുഖമുള്ള കുറേ എണ്ണം കയറി കിടന്ന് തിന്ന് അറുമാദിച്ച് തിന്നുന്നുണ്ട്. എവള് ഇങ്ങനെ കൊണ്ട് കൊടുക്കണ പണം, എവള് തുണി മാറ്റിക്കളിച്ച് കാണിച്ച് കൊണ്ട് കൊടുക്കണ പണം. ഒരു നേരമാകുമ്പോൾ ഇവള് ലൈവിലിരിക്കും. നമുക്കൊന്ന് കാണാം ആ ലൈവിൻ്റെ ആ ഒരിത്. സബ്സ്ക്രിപ്ഷൻ ചെയ്ത് കാണാനിരിക്കണവർ എങ്ങനെയുള്ളവരാണ്? മക്കളുള്ളവർ, ഭാര്യമാരുള്ളവരായിരിക്കാം, കുട്ടികളുള്ളവരായിരിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് കയറിയിരിക്കുന്നത്. അതുപോലെ കുഞ്ഞു മക്കളായിരിക്കാം. എടി നീ ഈ മക്കളെയൊക്കെ വഴി തെറ്റിക്കാനായിട്ടാണ് നീയൊക്കെ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നീയൊക്കെ മാന്യമായിട്ടിരുന്ന് സബ്സ്ക്രിപ്ഷൻ ഇതിൽ ചെയ്യും. നീയൊക്കെ 399 രൂപയെന്നും പറഞ്ഞ് കയറിയിരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ നിനക്കൊക്കെ തികയോ? ഒരു അസുഖത്തിനില്ലല്ലോ. ഒരു അസുഖം ദൈവം വെച്ചാൽ ഒരു അസുഖത്തിന് ചികിത്സിക്കാനില്ല. അതൊക്കെ നീയൊക്കെ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ ഇരുന്നും കൊണ്ട് കാണിക്കുന്നുണ്ടല്ലോ, അതാ കണ്ടോളണം. വിധവയാണ് വിധവ. എല്ലാം സൂചേട്ടന് വേണ്ടി. കുഴി കിടക്കണ അയ്യാളുണ്ടല്ലോ, കുഴി കിടക്കണ അയ്യാളെ ഇനി ചിലപ്പം അസ്ഥി കിട്ടുമായിരിക്കും, എല്ല് കിട്ടുമായിരിക്കും. ആ എല്ല് വേണമെങ്കിലും ഇവള് കൊണ്ടുവന്ന് സൂപ്പിട്ട് ഇവള് കുടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇവളിരിക്കുന്നത്, സുധീര എല്ലിന്. ജനങ്ങൾക്ക് ഇത്ര ദാരിദ്ര്യമാണ്. വേറെ എന്തെല്ലാം സൈറ്റുകൾ കാണും. എവളെ ഈ ഇത് കാണാനായിട്ട് ദാരിദ്ര്യം പിടിച്ച് ഇരിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. ഇതില്ല കാഴ്ച ബംഗ്ലാവിൽ നിന്ന് എന്തായിരുന്നു ഹനുമാൻ കുരങ്ങ് ചാടിയല്ലോ, അതേ കണക്കാണ്. എന്തെല്ലാം കാണിക്കണം. അവൾ തുറന്ന് വെക്കുന്നുണ്ട് അവളെ ശരീരം. അവൾ ആ ഒരു എത്താക്കാലി ഒരു ഡ്രസ്സ് എടുത്തിട്ട് അവൾ വന്നിരുന്നിട്ട് അവൾ അതിനെ ആ നെഞ്ചിൻ്റെ ഭാഗത്ത് അത് കാണാൻ വേണ്ടിയിട്ട് അവൾ അങ്ങോട്ട് മാറ്റുന്നുണ്ട്. ഇടി ഇതൊക്കെ ആർക്ക് കാണണോടി? ദാരിദ്ര്യം പിടിച്ചവളെ.
നാറി ആ ചുണ്ടുകൊണ്ട് കാണിക്കണത് കണ്ട. കുറേ ലിപ്സ്റ്റിക്കും അങ്ങോട്ട് വാരിയിട്ട് കട്ടിക്ക് അങ്ങോട്ട് വാരിയിട്ടും കൊണ്ട് അവൾ ഇരുന്നും കൊണ്ട് നാക്ക് നീട്ടണം. അവൾ എന്തെല്ലാം കോലം കാണിക്കുന്നുണ്ട് അവളെ ശരീരത്തിൽ. ഓർക്കാനും വരണം. മോറിച്ചീര മോന്താണുമ്പോൾ തന്നെ അത് ചുണ്ടിങ്ങനെ കാണിക്കുന്ന അതിൽ പാട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാത്തത്. അത് അവൾ ആ ചുണ്ടിലിങ്ങനെ കറക്റ്റ് അവൾ കൈവച്ച് കാണിക്കുന്നുണ്ട്. കുട്ടന്മാരിരുന്നും കൊണ്ട് പറയുന്നു ചുണ്ടിൽ. എനിക്കത് പറയാൻ തന്നെ വയ്യ. മണിക്കുട്ടന്മാരാണ് കേട്ടോ. മണിക്കുട്ടന്മാർ അത്രയും കൂടെ കയറി കിടപ്പുണ്ട്. അവളുടെ അടുത്ത് ഓരോ ഇതുകൾ കോലങ്ങൾ കാണിക്കാൻ പറയണം. അതുകൊണ്ട് അവൾ കാണിക്കണേണിരുന്നു നാർച്ചി. അതിനെന്തടി, നിനക്കൊരു മോനുണ്ടല്ലോ, മറ്റത് സുധീര മോൻ. എടി നിന്റെ മോനുണ്ടല്ലോ, വയറ്റിൽ ജനിച്ച ഒരു മകനുണ്ടല്ലോ, നിന്നെ മടല് വെട്ടി അടിച്ചില്ലെങ്കിൽ നോക്കിക്കോ, അവൻ വലുതായി വരുമ്പോൾ നിന്റെ മുതു നിന്നെ കുനിച്ച് നിർത്തിയിട്ട് ഇടിക്കും. ഇതെങ്ങനെയൊന്നും പോകൂല. ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടക്കുന്ന വീഡിയോകളായിരുന്നാലും അതങ്ങനെയൊന്നും പോകൂല. കാലകാലം കിടക്കും. നിന്റെ മോൻ വലുതായി വരുമല്ലോ. ചട്ടി ശാരിക എന്തിപ്പോൾ വരാത്തത്? ശാരിക എന്തിപ്പോൾ ഇത് കണ്ടുകൊണ്ട് രംഗത്ത് വരാത്തത്? അതിനു മുമ്പ് ശാരിക പറഞ്ഞല്ലോ രേണു അഭിനയിച്ചാണ് പണം ഉണ്ടാകുന്നത്. ശരിയാ, രേണു അഭിനയിക്കുകയാണ്. രേണു സബ്സ്ക്രിപ്ഷന് അതിൽ വന്നിരുന്നും കൊണ്ട് രേണു കാണിക്കുന്ന കോലങ്ങളാണ്. എങ്ങനെയെല്ലാണ് രേണു കാണിക്കുന്നത്? ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നും കൊണ്ടാണ് ഈ കോലം കാണിക്കുന്നത്. ലോകത്തുള്ള ജനങ്ങൾ കാണുന്നതാണ് ഈ യൂട്യൂബ് എന്ന് പറയണത്. ഇൻസ്റ്റ ആയിരുന്നാലും അങ്ങനെ തന്നെ, ഫേസ്ബുക്ക് ആയിരുന്നാലും അങ്ങനെ തന്നെ. നാണമില്ലേ രേണു നിനക്ക് ഇത്രയും പ്രായം ചെന്നില്ലേ? നിൻ്റെ മോൻ വലുതായില്ലേ? നിൻ്റെ മോൻ വലുതായി വരെയല്ലേ? നിനക്ക് നാണമില്ലേ? നിനക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ അല്ലെങ്കിൽ നീ സ്വന്തമായിട്ട് ചെന്നിരുന്ന് നിൻ്റെ റൂമിൽ ചെന്നിരുന്ന് ഇങ്ങനെയൊക്കെ കാണിയിര്. അല്ലെങ്കിൽ നീ ഏത് കോലോ പോ. നീ ഇതൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ ഇടാതിരി ദയവ് ചെയ്ത്. വളർന്നു വരുന്ന തലമുറ തന്നെ വാഴിപ്പോവും. ഈ കുട്ടികൾ നിൻ്റെ ഇത് കാണാനായിട്ട് നിൻ്റെ സബ്സ്ക്രിപ്ഷൻ അത്രയും ഇറങ്ങിപ്പോയല്ലേ? എത്രയോ പേര് ഇറങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഇവളിപ്പം വീണ്ടും അടുത്തതായിട്ട് ഇവൾ തുണി മാറ്റി കളിക്കുന്നതും ഇവൾ ഓരോ സർക്കസുകൾ കാണിക്കുന്നതും. ഇവളിങ്ങനെ കാണിച്ചിട്ട് ഇവൾ വന്നിരുന്ന് ന്യായീകരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതാണ് അതിലും കോമഡി. രേണുസുധീർ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല. ഞാൻ ആ പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. എടാ എൻ്റെ ചുണ്ട് നിങ്ങൾ നോക്ക്. എൻ്റെ ഇത് കണ്ട് ആസ്വദിക്കാൻ നീ എന്തേലും അങ്ങ് ചരക്കല്ലേ നീ കണ്ട് ആസ്വദിക്കാൻ? ആളിയൊക്കെ ഇത്ര ദാരിദ്ര്യമൊന്നുമില്ല. വേറെ എന്തെല്ലാം സൈറ്റുകൾ കിടക്കണം. അങ്ങനെയുള്ളവർക്ക് കയറി അത് കാണാമല്ലോ. നീ ഇരുന്നും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കാണിക്കണത്. കിളവിയായില്ലേ, വയസ്സായില്ലേ, ഇനി നീ എന്തിനാണ്? നിനക്ക് നിർത്തിക്കൂടേത്? ഇത് കണ്ട ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞാൻ അതാണ് നിന്റെ ചുണ്ട് പൊട്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നീ നാക്കിട്ട് അങ്ങനെ കാണിച്ചത്. നീ ലൈംഗിക ചുവയോടുകൂടിയുള്ള വേലകളാണ് നീ കാണിച്ചത്. ലൈംഗിക ചേഷ്ടയാണ് നീ കാണിച്ചത്. എടി നിന്റെ ചുണ്ട് പൊട്ടിയിരിക്കണേന് നീ അങ്ങനെയാണ് അടി കാണിക്കുക. എടി നിനക്ക് നീ പറഞ്ഞൊപ്പിക്കാൻ നീ ശ്രമിക്കുന്നുണ്ട്. നിന്റെ ചുണ്ട് പൊട്ടിയിരുന്നതാണ്. നീ ലിപ്സ്റ്റിക്ക് ഇട്ട് നീ കട്ടിക്കാക്കി അടിയിൽ വെച്ചിരിക്കുകയാണ്. നീ അത് പറഞ്ഞ് തന്ത്രപൂർവ്വം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഇവിടെ ഇങ്ങനെ കട്ടിക്ക് ഈ ചുണ്ടിൻ്റെ അടിഭാഗത്ത് നീ കട്ടിക്കാക്കി വെച്ചിരിക്കുകയാണ്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. നാണമില്ലല്ലോടി. ഇത് മലയാളികൾ എന്തൊരു ചോറാണ് കഴിക്കണത് കേട്ടാ. മലയാളികൾ ചോറാണ് കഴിക്കണത്. കുറച്ചൊക്കെ ബുദ്ധിയുണ്ട് കേട്ടാ. നിൻ്റെ കണക്കല്ല. നിൻ്റെ തലയിൽ വെറും മണ്ണ്, കളിമണ്ണാണ്, കളിമണ്ണ്. ലൈവിൽ വന്ന് കാണിച്ചു തന്നത്. അതാണ് പോത്ത് നക്കും കണക്ക് കാണിക്കുന്നത്. ഇനി വേറൊരെണ്ണം കാണാം. നിനക്കൊക്കെ എന്തിന്റെ കേടാടാ മക്കളെ? എടി നിനക്കൊക്കെ എന്തിന്റെ കേടാടാ മക്കളെ? എടി നിനക്കാണ് ആ കേട്. അതേ ബാക്കിയുള്ളവർക്കാണ് ആ കേട്. നിനക്കല്ലേ കേട്? ഞവിപ്പിളവണ നിനക്കാണ് കൃമികടി ഇളവണ. ഞവിപ്പിളവിയിട്ടാണല്ലോ നീ ഇങ്ങനെ കാണിച്ചത്. നീ വേറെ വല്ല ഇതിനാ പോ. അതാണ് പറ്റിയത്. നിന്റെ വീട്ടിലിരിക്കണ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണ തങ്കപ്പൻ ചേട്ടനെ എല്ലാവരെയും സമ്മതിച്ചു തരണം. ഇങ്ങനെ പോയി പണം കൊണ്ട് വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് തിന്നണം. സമ്മതിക്കണം. സബ്സ്ക്രിപ്ഷൻ എടുത്ത് കാണണമായിരിക്കും അല്ലേ നിൻ്റെ തങ്കപ്പൻ ചേട്ടൻ? എല്ലാവർക്കും ഇത് തന്നെയാണ് പരിപാടി. എന്തൊരു ആസ്വാദിക്കണം. എന്തുമാത്രം ആസ്വദിക്കുന്നുണ്ടാവുമല്ലേ? ബാക്കിയുള്ളവർക്ക് ആർക്കും കണ്ടിട്ട് ആസ്വാദനമൊന്നും വരുന്നില്ല കേട്ടോ.
നട്ടലില്ലാതായി പോയല്ലോ ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ. എടി നിനക്ക് നട്ടല്ലില്ല. നട്ടല്ലുണ്ടായിരുന്നെങ്കിൽ നീ എന്തെല്ലാം പണി ചെയ്തനായിരുന്നു. നിനക്ക് നട്ടല്ലില്ല, അതുകൊണ്ടാണ് നീ തുണി ഉരിഞ്ഞ് കാണിക്കണത്. നീ തുണി മാറ്റി കളിക്കണതും ലൈംഗിക ദാരിദ്ര്യം പോലെയൊക്കെ നീ ഇരുന്ന് കാണിക്കണതും നിനക്ക് നട്ടല്ലില്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ ആളിയൊക്കെയല്ല നട്ടല്ലില്ലാത്തത്. അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവൻ ആസ്വദിക്കാൻ കണ്ട ചരക്ക് അമ്മുമ്മേരെ കടുക്കനായി, തൊട്ടിൽ കിടന്ന് ആടും പോലെ ആയി. എന്നിട്ടാണ് വന്നിരുന്നും കൊണ്ട് പറയണ സബ്സ്ക്രിപ്ഷൻ കണ്ട് എടുത്തിട്ടിരുന്ന് ആസ്വദിക്കണമെന്ന്. അവന്റെ പറയുന്നില്ല, അവനെടുത്ത് പുറത്ത് വിട്ടേക്കുന്നു നാണം കെട്ട നാറി. എടി പുറത്ത് വിട്ടെങ്കിൽ ആ എടുത്തോരായിരുന്നാലും എടുത്ത് പുറത്ത് വിട്ടോരായിരുന്നാലും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടാണ് അതിനകത്ത് കയറിയത്. മനസ്സിലായ? നിനക്ക് പണം തന്നിട്ടാണ് അതിനകത്ത് കയറിയത്. അപ്പൊ അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. പണം തന്ന് കയറാനല്ലേ നീ ഇതെടുത്ത് ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കണത് സബ്സ്ക്രിപ്ഷൻ എന്നും പറഞ്ഞുകൊണ്ട്. ആ കടിച്ചോട്ടെ എന്ന് രേണുസുതിയോട് ചോദിച്ചപ്പോ നാറി ആരാണെന്ന് മനസ്സിലായി. നീയാണ് നാറിച്ചി. പിന്നെ കടിക്കാൻ പറയണോ? കടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ കടിക്കല്ലേ എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ആ സബ്സ്ക്രിപ്ഷനിൽ കടിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ പിന്നെ എന്തൊരു കടിക്കാൻ പറയണോ? അങ്ങനെ അവളടുത്ത് അങ്ങനെയൊക്കെ അതുപോലെയൊക്കെ കാണിക്കാൻ പറഞ്ഞപ്പോഴാണ് അവൾ അതുപോലെയൊക്കെ കാണിച്ചത്. പിന്നെ എന്റെ ചുണ്ട് വന്ന് കടിക്കാൻ ഞാൻ പറയണോ? വേറെ എന്തൊക്കെ കാണിക്കുന്നില്ല സബ്സ്ക്രിപ്ഷൻ. നീ വേറെ ആൾക്കാരൊക്കെ ഇതൊന്നും നീ എന്താടാ ഇടാത്ത, പുറത്ത് ലീക്ക് ചെയ്യാത്തത്? നിനക്കൊക്കെ പേടി. എല്ലാ സുധിച്ചേട്ടന് വേണ്ടി അയ്യോ ആ മനുഷ്യനെ എങ്ങനെയാണ് എന്തോ തട്ടിയത്, തീർത്തതാണെന്നാണ് തോന്നണത്. എടാ രേണുസുതിക്ക് ഒന്നുമില്ല. രേണുസുതി അതിനകത്ത് ചുണ്ടല്ലേ കടിച്ചല്ലോ, വേറൊന്നും വന്ന് കടിച്ചിട്ടില്ലല്ലോ, വേറൊന്നും കടിച്ച് കാണിച്ചുമില്ലല്ലോ. അപ്പൊ ഒരു കുഴപ്പമില്ല. നീയൊക്കെ ഇതിലപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് തന്നെയാണ്, അതായത് നല്ല മര്യാദക്ക് തന്നെയാണ് ഞാൻ സബില് ചെയ്യുന്നത്. മനസ്സിലായോ? നീയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഇതിനകത്ത്. മനസ്സിലായോ മക്കളെ? എടി നീ മര്യാദയ്ക്കാണെന്ന് നീ പറയണു, അത് ബാക്കിയുള്ള ജനങ്ങൾക്ക് തോന്നണ്ടേ നീ മര്യാദയ്ക്കാണ് കാണിക്കുന്നതെന്ന്? ഒന്നുമല്ല, നിന്റെ മോൻ വലുതായി വരെയല്ലേ. അതുപോലെ നിന്റെ തങ്കപ്പനും നിന്റെ ചേച്ചി, അപ്പം ചേച്ചിക്കും എല്ലാവർക്കും ഇതായിരിക്കും പരിപാടി. ചേച്ചിയുടെ ഭർത്താവായ അവനും എല്ലാ എണ്ണത്തിനും കൂടെ നീ ഇല്ല തുണി അഴിച്ചിട്ട് കൊടുത്ത് തിന്നുള്ള ശീലമാണല്ലേ. അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ കാണിക്കണത്. അപ്പൊ നീ ഇട്ടാൽ എനിക്ക് കോപ്പാണ്. ഞാൻ ഇനിയും ലൈവ് ഇടും. മനസ്സിലായോ? എന്റെ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ലൈവ് ഇടും മോൻ. ആരുണ്ടായിരുന്നാലും നിനക്ക് പണം പോരെ. പിന്നെ ഇപ്പം ആരാണ് നീ പറയുന്നത് നിന്റെ ശൈലിയിൽ പറയാം, സർപ്രൈസ് ലൈവ് കാണാനായിട്ട് ആരും കയറും. നീ അതിനകത്ത് എന്തൊരു കോലമാണ് കാണിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറി അവരെടുത്തിട്ട് പബ്ലിക്കിലാക്കി. നിന്റെ സ്വഭാവം ജനങ്ങൾ അറിയട്ടെ. വിധവയെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് പേരുണ്ടല്ലോ. കഷ്ടപ്പെട്ട് കിച്ചുവിനെ വളർത്താനാണെന്ന് പറയൂല. നിന്റെ മോനെ ഋതപ്പനെ, നിന്റെ ബാക്കിയുള്ള നിന്റെ തങ്കപ്പച്ചനെയും ബാക്കിയുള്ള വിയർപ്പിന്റെ അസുഖമുള്ള എല്ലാത്തിനെയും തീറ്റിപ്പോറ്റാനല്ലേ നീ ഈ തുണി അഴിച്ചിടണം. അപ്പോൾ പിന്നെ ജനങ്ങൾ അറിയട്ടെ നീ ഇതിനകത്ത് എന്ത് കോലമാണ് കാണിക്കണേന്ന്. അതുപോലെ നിന്റെ മൂട് താങ്ങികളെല്ലാം ഇതിനകത്ത് കയറി കിടക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അവരാരും വെളിയിൽ വിടില്ല. അവർ കുറച്ചുകൂടെ നീ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് അയ്യോ അങ്ങനെ കാണിയില്ല, അങ്ങനെ കടി, ഇങ്ങനെ കടി, മണിക്കുട്ട എന്നും പറഞ്ഞുകൊണ്ടല്ലേ നീ ഇരിക്കണം. നീ അപ്പം പല കോലങ്ങളും കാണിക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. വിധവ എൻ്റെ സൂച്ചേട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് നടക്കണം. അയാളെ വിറ്റ് തിന്ന് നീ മൂടിച്ച് ആ പാവം മനുഷ്യൻ്റെ എല്ല് ഇനി അത് സൂപ്പിടാനേ കൊള്ളാവൂ. സൂപ്പിടാനും ഇനി തോണ്ടിയെടുത്താൽ അത് തന്നെ കിട്ടുമോ എന്തോ. നീ അതേ കണക്ക് നശിപ്പിച്ച്. ഒരുപാട് സ്നേഹിക്കണവരുണ്ട്. കൊച്ചു മക്കളുകളാണേ, അമ്മമാരെ നിങ്ങൾ സൂക്ഷിക്കണേ. ഈ തുണിയില്ലാത്ത ഇത് വീഡിയോകൾ വെളിയിൽ വന്നതിന് ശേഷം ഇവള് നാക്ക് കൊണ്ടുള്ള ആക്ഷൻ കാണിക്കണതും ചുണ്ടിൽ കിടന്ന് കാണിക്കണ ആക്ഷന് എല്ലാം വെച്ച് ഇതൊക്കെ കണ്ട് ഓരോ വീട്ടമ്മമാർ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വീട്ടമ്മേരെ വോയിസ് ഒന്ന് കേൾക്കാം. നമുക്ക് കണ്ട 3-4 ആണുങ്ങളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി മറിയാനൊക്കെ ഇവർക്ക് ആരോഗ്യം ഉണ്ടല്ലോ. പിന്നെ ഇവർക്ക് എന്ത്, അവൾ എത്ര നാൾ ഇങ്ങനെ തുണി അഴിച്ചിട്ട്, അവൾ കഴിഞ്ഞ ദിവസത്തെ ഇവളുടെ കാണണം. അവള് തുണിയെല്ലാം മാറ്റി വെച്ചേച്ച് ക്രീമും പുരട്ടി ആണുങ്ങൾക്ക് ഇവള് അവളെ ശൈലിയിൽ തന്നെ പറയാം. ഇവള് സപ്രീഷനിൽ കയറി ഇരുന്നും കൊണ്ട് ഇവള് കാണിക്കണത്, ഇവള് എന്തോ ഓയിൽമെൻറ്റോ കുഴമ്പോ എന്തൊക്കെയോ വാരി ഇവള് തേക്കുന്നുണ്ട് ഒരു വൃത്തികെട്ട വേഷത്തിലിരുന്നും കൊണ്ട്. എടി കിളവിയായില്ലേ, വയ്യ
ഇവക്ക് വയ്യ, സത്യം പറഞ്ഞാൽ ഇവക്ക് വയ്യ. എല്ലൊക്കെ തീർന്ന് മൊത്തത്തിൽ ശരീരം മൊത്തവും അവള് തീർന്ന്. അതുകൊണ്ട് അവള് കുഴമ്പ് തേക്കുന്നതാണ്. നിങ്ങൾ വേറൊരു അർത്ഥത്തിലൊന്നും ചിന്തിക്കരുത് കേട്ടാ. വേറൊരു അർത്ഥത്തിലല്ല തേച്ചതേ. കാലൊക്കെ വയ്യാത്തത് കൊണ്ടാണ് അവള് മൊത്തത്തിൽ തേച്ചിട്ട് എരിമല പൂഞ്ചോല എന്നുള്ള പാട്ടൊക്കെ പാടിയിരിക്കണം. കൊടുക്കുന്ന ഫോട്ടോ നിങ്ങളൊരു തന്തയല്ലേ? നിങ്ങൾ നിങ്ങളുടെ മകളെ വ്യഭിചരിക്കാനാണ് പഠിപ്പിച്ചത്. സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നഗ്നത പ്രദർശനം നടത്തി പണം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കത്തുന്ന ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട്. ഇതൊക്കെ എടുത്തു വെച്ച് ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട്. എവള ഈ തെണ്ടിത്തരം, എവള ഈ അപരാധം. വിവാദത്തെ കുറിച്ച് തന്നെയാണ്. സബ്സ്ക്രിപ്ഷൻ മാഫിയ നിങ്ങൾ പലരും കേട്ട് കാണും അല്ലെ? പണം വാങ്ങി അശ്ലീല കോണ്ടന്റുകൾ നൽകുന്ന ആ ഒരു രീതിയെ കുറിച്ച്. ഇതിനെതിരെ നടി വേദലക്ഷ്മി കഴിഞ്ഞ ദിവസം നടത്തിയൊരു വെളിപ്പെടുത്തലും അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ ഇപ്പോൾ രേണു സുധിയുടെ അച്ഛനായ തങ്കച്ചന് ഒരാൾ അയച്ച വോയിസ് മെസ്സേജും അതും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കത്തുകയാണ്. എന്തായാലും സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമാണ് തോന്നുന്നത് കേട്ടോ. ഒരു അച്ഛൻ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് സങ്കടം. അവള് തീർന്നു. അവൾ ഈ പണം ഉണ്ടാക്കി ഇങ്ങനെ അവൾ ഉണ്ടാക്കുന്ന പണം വെച്ചിട്ട് ആ പാവപ്പെട്ട മനുഷ്യനെ വിറ്റാണ് അവൾ ഇത്രയും നാൾ ജീവിച്ചത്. ഇവൾ ആദ്യമായിട്ട് ഇവൾ ഈ സുധി മരിച്ചതിന് ശേഷം ഇവൾ നാടകത്തിലെന്നും പറഞ്ഞ് അഭിനയിക്കാനായിട്ട് ഇവൾ ഒരു ബാഗും തൂക്കി ഇറങ്ങിയായിരുന്നു. അന്ന് എന്തോ ഒരു മര്യാദയായിരുന്നു. അന്നേ അങ്ങോട്ട് ആരാധിച്ചു തുടങ്ങി. പിന്നെ ഷൂചേട്ടൻ്റെ മണമുള്ള സ്പ്രേ വേണമെന്ന് പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് ആ സ്പ്രേ നാറ്റമായി. എവിടെന്നെങ്കിലുമൊക്കെ പോയി സ്പ്രേ ഒക്കെ എത്തിച്ചു കൊടുക്കാൻ ആളുണ്ടായിരുന്നു. നാണം കെട്ടുള്ളൂ. ആലോചിച്ച് നോക്കി. നമുക്ക് ആദ്യം ആ ഒരു ഓഡിയോ ക്ലിപ്പ് എന്താണെന്ന് കേട്ടു നോക്കാം. ഞാൻ ഇന്നലെ വൈകിട്ട് വിളിച്ച ആളാണ്. കോട്ടയത്ത് തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. ഞാൻ വിളിച്ച് ഇന്നലെ കുറച്ച് കാര്യം. അവളെ വീട്ടിൻ്റെ അടുത്തുള്ളവരാണ്. എല്ലാവരും കണ്ട് മടുത്ത്. അവരെ മക്കളായിരുന്നാലും കൊച്ചുമക്കളായിരുന്നാലും എല്ലാം എവളെ ഈ സാധനം കണ്ട് ഒന്നും ഒരു യൂട്യൂബ് ആവട്ടെ, ഇൻസ്റ്റ ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ തുറക്കാൻ വയ്യെന്നാണ് ഈ ജനങ്ങൾ പറയണത്. അതുപോലെ കുട്ടികൾക്ക് അവർക്ക് പഠിക്കണ്ട, അവർ ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കണത്. എവളെ ഈ കോപ്രായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവള് ഇനി ഈ രീതിയിൽ മുന്നോട്ട് ജീവിക്കാനാണ് പ്ലാനെങ്കിൽ നിങ്ങളുടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ഈ മേൽഘടകത്തിൽ ഇവള് കാണിക്കുന്ന സബ്സ്ക്രിപ്ഷന്റെ വീഡിയോസ് മുഴുവൻ ഞാൻ കാണിക്കും. ഇവള് കാണിക്കുന്ന അശ്ലീലം തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരിക്കും അവൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ഇവൾ കാണിക്കുന്ന അശ്ലീലങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയ ഇത് ഇവള് അശ്ലീല വീഡിയോ തന്നെ, അശ്ലീല രംഗങ്ങൾ തന്നെയാണ് ഇവള് കാണിച്ചത്. ഇവള് ആ ചുണ്ടുകൊണ്ട് അങ്ങനെ കാണിച്ചിട്ട് പലരും റിയാക്ട് ചെയ്തപ്പോൾ ഇവൾ അതിനെ ന്യായീകരിച്ച് വന്നാണ്. അവളെ ചുണ്ടിൽ ഇതാണ്ട കാലാവസ്ഥയുടെ പ്രോബ്ലം കൊണ്ടാണ് അതിങ്ങനെ ആയത്. ലിപ്സ്റ്റിക്ക് വാരി അവൾ ചുണ്ടിൻ്റെ അടിഭാഗത്ത് കട്ടിക്ക് ആക്കി വെച്ചിട്ട് മന്ദബുദ്ധികളൊന്നും അല്ല കേട്ടാ ജനങ്ങൾ. കട്ടിക്ക് അങ്ങനെ ആക്കി വെച്ചിട്ട് അവൾ ഇതിന് ശേഷം ഇത് ജനങ്ങൾ പ്രതികരിച്ചതിന് ശേഷം ഇവൾ അത് അങ്ങനെ ആക്കി അവൾ വന്ന് പറഞ്ഞതാണ്. അവളെ ചുണ്ടിൻ്റെ അടി മുറിഞ്ഞിരിക്കുന്നത് അതാണടി എരുമ കണക്ക് കാണിക്കുന്നത്. എരുമ ഇത്ര കഷ്ടമില്ല, മറ്റതാണ് നീ. അത് മുഴുവൻ കൊടുത്ത പള്ളിക്കാരെയും കാര്യങ്ങളും എല്ലാം കാണിച്ച് ഇതിനൊരു തീരുമാനമാക്കും. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ലല്ലോ. എല്ലാവരും ഭർത്താവ് മരിച്ചാൽ തുണി അഴിച്ചിട്ടിട്ടാണ് ജീവിക്കുന്നത്. അല്ല ബാറിൽ ഡാൻസ് ചെയ്താണോ ജീവിക്കുന്നത്? ജോലി ചെയ്ത് ജീവിക്കണം. ഇവർക്ക് കണ്ട 3-4 ആണുങ്ങളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിമറിയാനൊക്കെ ഇവർക്ക് ആരോഗ്യം ഉണ്ടല്ലോ. പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു ജോലി. ഇവിടെ എന്തെല്ലാം തൊഴിൽ പഠിച്ചിട്ടുണ്ട്. നഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്. അവള് എയർപോർട്ടിൽ ഏതാണ്ട് പഠിച്ചിട്ടുണ്ട്. നഴ്സിംഗ് പഠിച്ച ചേച്ചി വരെ ശരീരം അനങ്ങാതെ അവള് തുണി മാറ്റി കൊടുക്കണോ തിന്നോണ്ട് അവിടെ ഇരിക്കണം. ഇവള് തള്ളിയതല്ലേ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചുമ്മാ ഒരു കോപ്രായം അറിഞ്ഞൂടെ. എന്നിട്ട് അവള് തൊഴിലുറപ്പുകാരെ പറ്റി ഇരുന്ന് കളിയാക്കണുണ്ട്. തൊഴിലുറപ്പ് അവൾക്ക് തൊഴിലുറപ്പ് ചെയ്യാൻ വയ്യ, നമ്മാട്ടി എടുക്കാൻ വയ്യെന്ന്. ഇവക്ക് 10 വരെ കെട്ടിപ്പിടിച്ചും ബാക്കിയുള്ള കാണിച്ചുവാണെങ്കിൽ അവൾക്ക് എല്ലാം ആവും. കണ്ടില്ലേ 3-4 എണ്ണത്തിന് അവന്മാരെ കൂടെ കിടന്ന് കാണിച്ചത്. ഇവക്ക് കൂടുതൽ ഈ കള്ള് ഷാപ്പ് ബാറ് ഇതൊക്കെ കണ്ടാൽ എവിടെ വിടൂല. അതിനകത്ത് എന്താണ് നടക്കണ? ബാറിലൊക്കെ പോയാൽ അവള് റാസൽ കൈമേലും അവിടെയൊക്കെ പോയിട്ട് എന്താണ് അവൾ അവിടെ നടന്നത്? മറ്റേത് പഠിച്ചിട്ടുണ്ട്, മറിച്ചത് പഠിച്ചിട്ടുണ്ടെന്ന്. അവള് പഠിച്ചത് എന്തെങ്കിലും തൊഴിൽ അവള് ചെയ്യട്ടെ. അവൾ എത്ര നാൾ ഇങ്ങനെ തുണി അഴിച്ചിട്ട് അവൾ കഴിഞ്ഞ ദിവസത്തെ ഇവളുടെ കാണണം. അവള് തുണിയെല്ലാം മാറ്റി വെച്ച് ക്രീമും പുരട്ടി അവിടെ ആണുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന ഫോട്ടോ. അവിടെ റേറ്റ് എത്രയാന്ന് ഓരോരുത്തരും ചോദിക്കുന്നത്. നിങ്ങളൊരു അപ്പനല്ലേ? നിങ്ങൾ പള്ളിയുടെ ഏതാണ്ട് വലിയ ഭാരവാഹിത്വം വഹിച്ച് നടക്കുന്ന ഒരുത്തനല്ലേ? ഇപ്പോൾ മര്യാദയ്ക്ക് പറഞ്ഞു തന്നു.
നിങ്ങൾക്കത് കേൾക്കാനും നിങ്ങൾക്കത് മകളെ മര്യാദയ്ക്ക് നിർത്താനും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവളുടെ പേരിൽ ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാവുന്നിടത്തെല്ലാം കസ്റ്റംസ് ഇന്റലിജൻസി കൊടുത്തിട്ടുണ്ട്. കൊടുക്കാവുന്നിടത്തെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. കരീഷ്മയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവൾ ഇനി വിദേശത്ത് പോവുകയോ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവളെ നല്ല രീതിയിൽ അവളെ ചെക്ക് ചെയ്യുകയും എടുക്കുകയും ചെയ്യും. പണ്ടത്തെ പോലെ അവൾക്ക് സ്വർണം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും അവൾക്ക് പറ്റത്തില്ല. ഇവിടെ ഗൾഫ് ഈ ദുബായി പോയി ചെയ്ത പരിപാടികളെല്ലാം ഇവിടെ കൂടെ പോയ ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. ഇവളുടെ കൂടെ കിടന്ന ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളൊരു തന്തയല്ലേ? നിങ്ങൾ നിങ്ങളുടെ മകളെ വ്യഭിചരിക്കാനാണ് പഠിപ്പിച്ചത്. ഇത് ഈ റെക്കോർഡ് ഈ വീട്ടമ്മ തങ്കപ്പനെ അയച്ചു കൊടുത്തു. ഈ തങ്കപ്പൻ നേരെ കൊണ്ടുവന്നു ഏതോ ഒരു അഡ്വക്കേറ്റിനെ കണ്ടോട്ട് കൊടുത്തെന്ന് പറയണം. അങ്ങനെയാണോ ചെയ്യാനുള്ള തങ്കപ്പൻ ചേട്ടാ? ഒന്നുകിൽ മോളെ പറഞ്ഞ് വിലക്കണം, ഈ പരിപാടി അങ്ങ് നിർത്ത് എന്ന് പറഞ്ഞ് മോളെ മനസ്സിലാക്കി കൊടുക്കാനുള്ളതിന് തങ്കപ്പൻ മോക്ക് സപ്പോർട്ടായിട്ട് ചെന്നിട്ട് അഡ്വക്കേറ്റിൻ്റെ കൊണ്ടുവന്നിട്ട് തിരിച്ച് അഡ്വക്കേറ്റിൻ്റെ ഭീഷണി, അവരെ ഭീഷണിപ്പെടുത്തണം. കൊള്ളാം, നല്ല തങ്കപ്പൻ ചേട്ടനും എല്ലാവരും കൊള്ളാം. അതാ വേദലക്ഷ്മിയുടെ വാക്കുകളാണ്, കറക്റ്റാണ് പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് പേര് രംഗത്ത് വന്നാൽ ഇങ്ങനെയുള്ള കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ എന്നും പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്ക് ഈ സബ്സ്ക്രിപ്ഷൻ്റെയും എക്സ്ക്ലൂസീവ് കോണ്ടന്റിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നറിയോ? ഈ വീഡിയോ എസ്പെഷ്യലി സമൂഹത്തിലേക്ക് കുറച്ച് ബാഡ് ഇമ്പാക്റ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ്, വ്ളോഗേഴ്സ് ആൻഡ് സെലിബ്രിറ്റീസിന് എക്സ്ക്ലൂസീവ്ലി ഉള്ളതാണ്. ഇതുപോലെ നാട്ടുകാരെ എടുത്തിട്ട് അടിക്കണം. ഇവളുമാരെ അടിച്ച് നാട് കടത്തണം. ഇങ്ങനെ കാണിക്കണം, തെണ്ടിത്തര വരാതെ കാണിക്കണം സാധനത്തിനേക്ക്. നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോ തെലങ്കാനയിലെ ആങ്കർ, ആക്ട്രസ്, BB കോണ്ടസ്റ്റന്റ് ഒക്കെ ആയിരുന്ന വിഷ്ണുപ്രിയ സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നേരിടുന്ന ഒരു പരസ്യ മാധ്യമ വിചാരണയാണ്. വിജയവാഡയിലെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള പേരിൽ ഹൈദരാബാദ് പോലീസിന് കൊടുത്ത ഒരു കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. 2 ദിവസം മുന്നേ ടെലിഗ്രാം മാഫിയെ കോൾ ഔട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ എസ്പെഷ്യലി കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ് അങ്ങനെ കുറച്ച് പേരുടെ കാര്യങ്ങളും കോൾ ഔട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി സ്ത്രീകൾ. സ്ത്രീ സുരക്ഷയ്ക്ക് ഇത്രയും ഊന്നൽ കൊടുക്കുന്ന ഇന്നത്തെ കാലത്ത് തന്നെ സമൂഹത്തിന് മാതൃക ആവേണ്ടവർ തന്നെ പണത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വലിയ വിഭാഗത്തിനെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഉൾപ്പെടെ സൗത്ത് ഇന്ത്യയിലെ ലീഡിംഗ് സെലിബ്രിറ്റീസ് ആയിരുന്ന കിരൺ റാത്തോഡ്, പൂനം ബാജ്വ തുടങ്ങിയ മുൻനിര നായികമാർ പോലും സബ്സ്ക്രിപ്ഷന്റെ പേരിൽ ഒന്നും അല്ലെങ്കിലും വേദലക്ഷ്മി, നിങ്ങളെ കൂടെയൊക്കെ ഇവള് 2 ആഴ്ച വരെയെങ്കിലും ബിഗ് ബോസ് ഹൗസിനകത്തുള്ളതായിരുന്നല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ ഇങ്ങനെ ചെയ്യരുതേ, ആ ഒരു പാവത്തിനെ വിറ്റ് നീ കാശുണ്ടാക്കി, നിനക്കെന്ത് വേണം ജീവിക്കാൻ. ഇപ്പം ആ വീടുണ്ട്, വീട് പോട്ട്, കിച്ചുവിൻ്റെ വീട്, അതിൽ കയറി എന്നാലും തൽക്കാലം കിടക്കണം. അല്ലാതെ നീ യവന്മാരുടെ കെട്ടിമറിഞ്ഞിട്ടായിരുന്നാലും നിനക്ക് പണമുണ്ട്, ആവശ്യത്തിലധികം നീ സമ്പാദിച്ച്, പിന്നെ നീ തുണി മാറ്റി കളിച്ചുള്ള പരിപാടി വേണോ? അതങ്ങ് നിർത്തിക്കൂടെ എന്ന് ഈ സാധനത്തിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ നഗ്നതാ പ്രദർശനം നടത്തി പണം സമ്പാദിക്കുന്നുണ്ട്. ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, വ്ളോഗേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർ, അതും 1 മില്യൺ 2 മില്യണേഴ്സ് ഒക്കെ ഫോളോവേഴ്സ് ഉള്ളവർ തന്നെ ഇതേ വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. പണമായിരിക്കാം മെയിൻ മോട്ടീവ്. പക്ഷേ അവര് പണം കൊടുത്ത് കുറച്ച് ആളുകൾ മാത്രം കാണും എന്ന് വിചാരിക്കുന്ന ഈ കോണ്ടന്റ്സ് അത് പിന്നെ റീറെക്കോർഡ് ചെയ്തിട്ട് തുടർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക ഡീപ് വെബ് പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ഓഡിയൻസിലോട്ട് മാത്രമല്ല ഈ കോണ്ടന്റ്സ് എന്നെത്തുന്നത്. ഡേ ടു ഡേ ലൈഫിൽ സാധാരണക്കാർ എല്ലാ ദിവസവും കാണുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം വീട്ടിലെ പെൺകുട്ടികളും സ്ത്രീകളും പോലും ഇതേ ഒരു വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ കണ്ട ടെലിഗ്രാം ചാനലിൽ മാക്സിമം ഭൂരിഭാഗം ആൾക്കാരുണ്ടായിരുന്നത് ഓർഡിനറി ആയിട്ടുള്ള മലയാളി പെൺകുട്ടികളും സ്ത്രീകളും തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ ഫസ്റ്റ് കോൾ ഔട്ട് ചെയ്യണമെന്ന് തോന്നിയത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കോണ്ടന്റ്സ് കണ്ടാലോ അല്ലെങ്കിൽ ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന ചാനൽസ് ശ്രദ്ധയിൽപ്പെട്ടാലോ ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്ത് ഇതിനൊരു എൻഡിലെത്തിക്കണം. കാരണം ഇപ്പോൾ നമ്മളിതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഓൾറെഡി നിൽക്കുന്നത്. ഇത് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയത്തില്ല. നാളെ കാലത്ത് നമുക്ക് പരിചയത്തിലുള്ള ഒരാൾക്ക് പോലും ഇത് വന്നാലും, ഇതുപോലൊരു ചതിയിൽ അവർ ചെന്ന് പെട്ടാലും
നമ്മൾ ചിലപ്പോൾ നോക്കി നിൽക്കേണ്ടി വരും. സോഷ്യൽ മീഡിയയാണ്, അത് അതിൽ തന്നെ കിടക്കും. ഈ ജനങ്ങൾ ഇങ്ങനെ കൈമാറിപ്പോവും. പോരെങ്കി രേണു നിന്നെ വിറ്റിട്ട് നിന്റെ നീ കാണിക്കുന്ന ചേഷ്ടകൾ, ഈ നാക്കുകൊണ്ടും ചുണ്ടുകൊണ്ടും നീ അല്ലാതെ തുണി പറിച്ച് കാണിക്കുന്ന ഈ ചേഷ്ടകൾ, ഇത് ചിലപ്പോൾ നിന്നെ വിറ്റ് മുതലാക്കാനും ആളുകൾ കാണും നിന്നെ വെച്ചിട്ട്. ആ വേഷം തന്നെ എന്തിനടി നീ പൊത്തിപ്പിടിക്കണത്? നീ എന്തിനടി അവിടെ പൊത്തിപ്പിടിക്കണത്? നീ അല്ലാതെ ഉള്ള ഇതിൽ നീ കാണിച്ചത് നീ അപരാധത്തരമാണ് നീ അതിനകത്ത് കാണിക്കുന്നത്. എന്നിട്ട് നീ ഇപ്പം എന്തിന് ജനങ്ങളിൽ പബ്ലിക്കായിട്ടിട്ട വീഡിയോ അത് അവൾ പൊത്തിപ്പിടിക്കുകയാണ്. എന്തിനടി നീ പൊത്തിപ്പിടിക്കണത്? അവൾക്ക് റാസൽ ഗൈമേന്ന് ബാറുദ്ഘാടനത്തിന് അതിനകത്ത് പോയി അവൾ ബാറിൽ കിടന്ന് കുടിച്ചാടിയപ്പോൾ കൊടുത്ത ഡ്രസ്സാണെന്ന്. കാണാൻ കെട്ടവള് സാധനം. ഇതൊക്കെ കണ്ടുകൊണ്ട് തങ്കപ്പ നിങ്ങൾ അവിടെ ഇരിക്കണമല്ലോ. ഇതൊക്കെ കണ്ടുകൊണ്ട് ഈ മോന് വലുതാവുമ്പോൾ ഇവൾക്ക് നല്ലത് കൊടുക്കണം. അതിനു മുമ്പ് തന്നെ കൊടുക്കണം. രേണു ഒന്ന് മനസ്സിലാക്കുക. രേണു ഇങ്ങനെ ഇതേ കണക്കുള്ള വീഡിയോ പുറത്ത് വിട്ടത് എല്ലാം അങ്ങനെ തന്നെ അത് കിടക്കും. ഇത് ഒരിക്കലും പോവില്ല. രേണുവിൻ്റെ മകൻ അത് ചോദിച്ചോളും.